ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ മുസാർദ് അഥവാ മസ്റ്റേർഡ് സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലമെങ്കിലും ആയിട്ട് കാണും. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിനിടക്ക് ഇത് എടുക്കുമ്പോൾ ഭക്ഷണത്തിനൊപ്പം ചിലപ്പോൾ എടുക്കും. ഞാനിത്തിരി നമ്മുടെ ക്യാമറമാൻ ഇത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ആവശ്യപ്പെട്ട് ഇത് എന്ത് സാധനമാണ്, ഒന്നും കൂടി ഈ വീഡിയോ കാണിക്കാമോ, ഞാനിങ്ങനെ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിട്ടും ഒന്നും കൂടി ഇനി ഇടുമ്പോൾ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ചേച്ചി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേച്ചിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്നോട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഐറ്റമാണ് മുസാർദ്. പിന്നെ ഇത്തിരി നാരങ്ങ അച്ചാറും ഇപ്പോൾ അർജൻറ്റായിട്ട് ഇടേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മുസാർദ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി അധികം ഉണ്ടാക്കുന്നുണ്ട്. 2 പൂവമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പൂവമ്പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് ഇവിടുത്തെ തന്നെ വെള്ളക്കാന്താരിയാണ്. വെള്ളക്കാന്താരി തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം ഇതിന് ഒരു വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ പച്ച മുളക് ഇടുന്നതിന് നല്ലത് വെള്ളക്കാന്താരി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മുടെ തന്നെ ഒരു വെള്ളക്കാന്താരിയാണ്. ഇതിൽ 50 ഗ്രാം അധികം ഉണ്ട് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങാത്തോലി മസ്റ്റാണ്. മുരിങ്ങാത്തോലി നമ്മുടെ തന്നെയാണ്. അത് ഒരു 2 വലിയ കഷ്ണം ഞാൻ എടുത്ത് കഴുകി നീറ്റാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15ഓളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ അരി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരത്തെ കിട്ടുമായിരുന്നു, ഇപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മുളക് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അരി എടുത്തു. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ പട്ട, കറയമ്പ്, ഏലക്ക, കുരുമുളക്. പട്ട ഒരു 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. കറയമ്പ് ഒരു 10-12 കറയമ്പ് എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 5-6 ഏലക്കയുടെ ഉള്ളിലത്തെ കുരു മാത്രം തൊലി കളഞ്ഞിട്ട്. പിന്നെ ഒരു 10-12 കുരുമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടാതെ ഇത് അണ്ടിപ്പരിപ്പ് ഇത്തിരി അധികം ഇടുമ്പോൾ ടേസ്റ്റ് ഇത്തിരി കൂടും കേട്ടോ. അപ്പോൾ ഞാൻ 100 ഗ്രാമോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇത്തിരി മധുരം കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഇതിനൊരു ചവർപ്പ് രസമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്തോറും ആ ചവർപ്പൊക്കെ ഇത്തിരി മാറി കിട്ടും. പഞ്ചസാര ഞാനൊരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ കടുക് പരിപ്പ് ഇതിപ്പോൾ 100-150 ഗ്രാമോളം കടുക് പരിപ്പുണ്ട്. കടുക് പരിപ്പിൻ്റെ പകുതിയാണ് സാധാരണ അണ്ടിപ്പരിപ്പ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഇത്തിരി കൂടി എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഒരാളിന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തിരി ടേസ്റ്റിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് ഉഗ്രൻ ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കുറേ പേരൊക്കെ കഴിച്ച് ടേസ്റ്റ് അറിഞ്ഞിരുന്നു. അപ്പോൾ അന്നോട്ട് പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ വിനാഗിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ ബൗളിൽ വിനാഗിരിയിൽ കൂത്ത് വെക്കും. എന്നിട്ട് ഒരു 1-1.5 മണിക്കൂറിന് ശേഷമാണ് മിക്സിയുടെ ജാറിൽ വെണ്ണ പോലെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്നത് നമ്മൾ ഈ ദോശമാവിൻ്റെ ആ ഒരു പരുവമാണ് വരേണ്ടത്. അപ്പോൾ അത് നീട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചാണ് നീട്ടി എടുക്കേണ്ടത് കേട്ടോ. അതും കൂടി ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുസാർദിന് ആവശ്യമായ മുരിങ്ങാത്തൊലി എടുക്കണം. നമ്മുടെ മുരിങ്ങ മരമാണ് കേട്ടോ ഇത്. ഇപ്പോൾ വിത്തിൽ നിന്ന് കുറച്ച് മുരിങ്ങാത്തൊലി എടുക്കാം. അപ്പോൾ ഇത്തിരി അധികം മുസാർദ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പാർട്ടി ആവശ്യപ്പെട്ടേക്കണതാണ്. അപ്പോൾ ഇത്തിരി മുരിങ്ങാത്തൊലി വിത്തിൽ നിന്ന് എടുക്കാം കേട്ടോ. മൂത്തതാണെന്ന് തോന്നുന്നു. അപ്പോഴേ നമുക്ക് മുസാർദിന് ആവശ്യമായ മുളകുണ്ടല്ലോ, നമ്മുടെ മുളക് തന്നെ കേട്ടോ, വെള്ളക്കാന്താരിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മുസാർദ് ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടേച്ചതാണ് ഈ മുളക്. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. കുറച്ച് പഴുത്തട്ടാ മുളക് ഞാൻ മൂക്കാനായിട്ട് ഇട്ടിരുന്നു. വേറെ ആവശ്യത്തിനൊന്നും ഈ മുളക് എടുത്തില്ല കേട്ടോ, മുസാർദിന് വേണ്ടി മാത്രം ഇട്ടേക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വെള്ളക്കാന്താരി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും വിത്തിൽ നിന്ന്. ഇപ്പോൾ മുസാർദിനുള്ള മുളക് ഏതായാലും വിത്തിൽ നിന്ന് കിട്ടും.
നന്നായിട്ട് മൂത്ത മുളകാണ്. ഒരു 5-8 പഴുത്തിട്ടുണ്ട്. അതിനി പാകണം. വെള്ളക്കാന്താരിയൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന മുളകല്ല ഇത്. റെയറായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ ചില സ്ഥലങ്ങളിൽ. പച്ചക്കാന്താരി പെട്ടെന്ന് കിട്ടും, പക്ഷെ വെള്ള കിട്ടാൻ പണിയാണ്. നമുക്ക് ഈ ബൗളിലേക്ക്, വലിയ ബൗളിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുളകിൻ്റെ അരി, പട്ട, കറയമ്പ്, ഏലക്ക, കുരുമുളക്, വെളുത്തുള്ളി, പൂവമ്പഴം, കാന്താരിമുളക്, ഇഞ്ചി, മുരിങ്ങാത്തൊലി, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പഞ്ചസാര, ഉപ്പ്, കടുക് പരിപ്പ്, ഇനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങത്തക്ക രീതിയിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടണം. ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മളിത് അടിക്കുന്നത്. കടുക് പരിപ്പൊക്കെ കുതിർന്ന് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിച്ച് തന്നെ ഇത് നീട്ടിയെടുക്കണം. അടിച്ച് വേറെ വെള്ളം ഒന്നും ഉപയോഗിക്കരുത്. ബവളൊക്കെ നല്ല ഉണക്ക തുണി വെച്ച് തുടച്ചതിന് ശേഷം എടുത്തിരിക്കുന്നതാണ്. അതിങ്ങനെ ഇരിക്കട്ടെ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുസാർദൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടാ. കണ്ടാ, ഈ പരുവമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ അടിച്ചപ്പോൾ ഇത്തിരി നീണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അല്പം കൂടി വിനാഗിരി ഒഴിച്ച് റെഡിയാക്കി എടുത്തതാണ്. കൂടാതെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടു. ഒരല്പം ഉപ്പും കൂടി ഇട്ട് നമ്മുടെ മുസാർദിൻ്റെ ടേസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടാ. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനി ഞാനിത് കുപ്പിയിലേക്ക് മാറ്റും, എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി വെച്ച്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് നന്ദിയോടും കൂടി ബായ്.